ഇക്കഴിഞ്ഞ കാലം അത്രയും നമ്മൾ ഒരുപാട് കേട്ടുകേൾവിയുള്ളതുപോലെ എത്രയോ പെൺകുട്ടികളുടെ കണ്ണുനീരാണ് നമ്മുടെ മണ്ണിൽ വീണ് ഉടഞ്ഞു പോയത്. എത്രയോ പെൺകുട്ടികളുടെ സ്വപ്നങ്ങളാണ് ഒരു വിവാഹത്തോടുകൂടി ഇല്ലാതായത്. ശരിക്കും നമ്മുടെ നാടിൻ്റെ ഒരു നിയമവ്യവസ്ഥയുടെ കുഴപ്പമാണ് പെൺകുട്ടികൾ വിവാഹം കഴിച്ച് ചെല്ലുന്നിടത്ത് ആരോടോ കാണിക്കുന്ന ഔദാര്യം പോലെ ആ പെൺകുട്ടിയെ വിവാഹം കഴിക്കുന്ന പുരുഷനും ആ പുരുഷന്റെ മാതാപിതാക്കളും ആ പെൺകുട്ടിയോട് ഇടപെടുന്നത്. ശരിക്കും ഒരു പെൺകുട്ടി വിവാഹം കഴിച്ച് വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ആ പെൺകുട്ടിയുടെ വിവാഹത്തോടുകൂടി നിങ്ങളുടെ മകൻ സാമ്പത്തികമായി ഭദ്രമാവണം എന്നാണോ വിചാരിക്കുന്നത്? നിങ്ങൾ സാമ്പത്തികമായി ഭദ്രമാവാൻ വേണ്ടിയാണോ നിങ്ങളുടെ മകനെ വിവാഹം കഴിപ്പിക്കുന്നത്? നിങ്ങളുടെ പെൺമക്കളെ ഇതേപോലെ വിവാഹം കഴിച്ച് വിടുന്നിടത്ത് ഉപദ്രവിച്ചാൽ നിങ്ങളുടെ പ്രതികരണം എന്തായിരിക്കും? പെൺകുട്ടികളുടെ മാതാപിതാക്കൾ എന്നും കരയാൻ വിധിക്കപ്പെട്ടവരാണോ? ഈ അവസ്ഥയ്ക്ക് എന്തുകൊണ്ടാണ് ഒരു മാറ്റം ഉണ്ടാവാത്തത്? നമ്മുടെ നിയമവ്യവസ്ഥ എന്തുകൊണ്ട് ഈ ഒരു കാര്യത്തിൽ കർശനമായ ഒരു നിലപാട് എടുക്കുന്നില്ല? ഇന്ന് നവവധുവായ ആ പെൺകുട്ടി പരാതിയുമായി പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോൾ അവർ പറഞ്ഞ നിബന്ധനകളൊക്കെ ഏതൊരു പെൺകുട്ടിയും അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളാണ്. ഒരു പെൺകുട്ടി ആയി പോയതുകൊണ്ട് ഭൂമിയോളം സഹിച്ചോളൂ. ഭൂമിയോളം സഹിക്കാം, പരാതിയില്ല. ഭൂമിയിൽ നിന്നും ചവിട്ടിത്താഴ്ത്തിയാൽ എന്ത് ചെയ്യാൻ കഴിയും? ഇതൊരു ചോദ്യമായി അവശേഷിക്കുകയാണ്. ശരിക്കും പെൺകുട്ടികൾ അനുഭവിക്കുന്ന വേദന ഹൃദയത്തിൽ എപ്പോഴും ഒരു പൊടിയുന്ന നോവായി, ഒരു സൂചി തറഞ്ഞിരിക്കുന്ന അതേ വേദനയോടുകൂടിയാണ് മാതാപിതാക്കൾ ഏറ്റെടുക്കുന്നത്. ഒരുപക്ഷെ മാതാപിതാക്കളും ഈ പെൺകുട്ടിയും നിസ്സഹായരാവാം. അത് ജീവിത സാഹചര്യമാണ്. പക്ഷെ ആ നിസ്സഹായാവസ്ഥയെ ചോദ്യം ചെയ്യുകയാണ് പലരും. എനിക്ക് പറയാനുള്ളത് പെൺമക്കളോടാണ്. നിങ്ങളുടെ ജീവിതം ബോൾഡായും അതിലുപരി നിങ്ങൾ നിൽക്കുന്ന സ്റ്റാൻഡ് അഭിമാനത്തോടെയും നിന്നാൽ നിങ്ങൾക്ക് മുന്നോട്ടുള്ള ജീവിതത്തിൽ ആരെയും ഭയപ്പെടേണ്ട കാര്യമില്ല. ഇതേപോലെ ദുഷ്ടലാക്കോടുകൂടിയാണ് നിങ്ങളൊരു കുടുംബത്തേക്ക് കയറി ചെല്ലുമ്പം അവരുടെ മാതാപിതാക്കളും ആ ഭർത്താവും നിങ്ങളോട് ഇടപെടുന്നതേയെങ്കിൽ അവിടെ വെച്ച് തന്നെ തിരുത്താൻ നിങ്ങൾക്ക് കഴിയണം. നിങ്ങൾ വീണു പോകുമ്പോൾ ഒന്ന് ഓർക്കുക, നിങ്ങളോടൊപ്പം നിങ്ങളുടെ മാതാപിതാക്കളും വീണുപോകും. ഒരുപക്ഷേ നിങ്ങളോടൊപ്പം നിന്ന് യുദ്ധം ചെയ്യാൻ നിങ്ങളുടെ മാതാപിതാക്കൾ കഴിഞ്ഞേക്കാം. എന്നാൽ കഴിയാത്ത മാതാപിതാക്കൾ കണ്ണുനീരോടുകൂടി ഇരിക്കുന്നവരുണ്ട്. ഇവരെയെല്ലാം സഹായിക്കാനും ഇവർക്ക് വേണ്ടുന്ന സപ്പോർട്ട് കൊടുക്കാനുമാണ് നമ്മുടെ നിയമവ്യവസ്ഥ. എന്തുകൊണ്ട് ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് ഓടിക്കയറി ചെല്ലുമ്പോൾ, അതല്ല എങ്കിൽ ഒരു ആശ്രയത്തിനായി അവരെ ഒന്ന് വിളിക്കുമ്പോൾ, ഒരു കുടുംബ വഴക്കായതിന്റെ പേരിൽ, ഒരു കുടുംബത്തുണ്ടാകുന്ന പ്രശ്നങ്ങളുടെ പേരിൽ പെൺകുട്ടികളെ മാറ്റി നിർത്തുന്നു? ഇതൊരു വല്ലാത്ത അവസ്ഥയാണ്. ഒരുപക്ഷെ അവർക്ക് കിട്ടുന്ന ആനുകൂല്യത്തെ ചൂഷണം ചെയ്തേക്കാം. എന്നാൽ അത് അന്വേഷിച്ച് മനസ്സിലാക്കാനുള്ള വിവേകമൊക്കെ നമ്മുടെ നിയമവ്യവസ്ഥയ്ക്ക് ഇല്ലേ? ഇന്ന് ആ പെൺകുട്ടി പരാതിയുമായി പോലീസ് സ്റ്റേഷനിലേക്ക് വന്നപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥന്മാർ കാണിച്ച ആ ഒരു നിസ്സഹകരണം വളരെ മോശമായി പോയി എന്ന് പറയേണ്ടി വരുന്നത് പെൺകുട്ടികളുടെ അമ്മയായതുകൊണ്ടാണ്.